നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മുടെ ദക്ഷിണേന്ത്യ 10-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയിലായിട്ട് ഭരിച്ച ഹൊയ്സാല സാമ്രാജ്യത്തെപ്പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും നമ്മുടെ കർണാടകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ അവശേഷിപ്പുകളായിട്ട് 3 അമ്പലങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ഒന്ന് ബേലൂര്, ഹിലിബെഡു, അതുപോലെ സോമനാഥപുര. ഇതിന് സമീപത്തായിട്ട് ഒരു ബാഹുബലി പ്രതിമയുണ്ട്, ശ്രാവണ ബെൽഗോള. അപ്പോൾ ഈ 4 സ്ഥലങ്ങൾ എങ്ങനെ നമുക്ക് കർണാടകയുടെ ബസ്സിൽ യാത്ര ചെയ്ത് കണ്ട് മടങ്ങിപ്പോരാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. കോയമ്പത്തൂരിലെ ഗാന്ധിപുരം സ്റ്റാൻഡിൽ നിന്നും KSRTCയുടെയും അതുപോലെ കേരളത്തിലേക്കൊക്കെയുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് കൃത്യം 4:30 ഈ ബസ് എടുക്കും. അപ്പോൾ ഈ ബസ് സത്യമംഗലം കൂടി മൈസൂർക്ക് പോകുന്ന ബസ്സാണ്. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഈ ബസ്സിൽ ഇഷ്ടംപോലെ സീറ്റ് കാണും എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ബസ്സിൽ സൂചി കുത്താൻ സ്ഥലമില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഫ്രണ്ടിൽ ഏകദേശം വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡ്രൈവർ എന്നോട് ആ എൻജിൻ കവറിൻ്റെ മുകളിൽ വന്നിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖകരമായിട്ടുള്ള നല്ല യാത്ര തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം രാത്രി ഈ വഴിക്ക് വണ്ടി കിടത്തി വിടില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ എല്ലാ വണ്ടികളും കടന്നു പോകുന്നതേ ഉള്ളൂ. നമ്മുടെ വീരപ്പൻ ഒരു കാലത്ത് അടക്കി വാണ വനത്തിൽ കൂടെയാണ് നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് വലത് സൈഡിലായിട്ട് ഒരു 2 ആന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ചന്ദനമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ ചാമരാജ് എന്ന് പറയുന്ന നമുക്കിറങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10 മണിയോട് അടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി ചാമരാജിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് കയറി പോകണം. ചാമരാജ് നഗർ ചെറിയൊരു സിറ്റിയാണ്. മൈസൂർക്കും മാണ്ടിക്കും പോകുന്ന ബസ്സുകളാണ് കൂടുതൽ ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് നർസാപുര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നർസാപുര ചെന്നിട്ട് വേണം നമുക്കിനി സോമനാഥപുരയിലേക്കുള്ള ബസ് കയറി പോകാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂർ പിടിക്കും. അതിനുള്ളൊരു യാത്രയുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ കാവേരി നദി ക്രോസ് ചെയ്താണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളെല്ലാം നല്ല ഫലപുഷ്ടമായ കൃഷി ഉള്ള പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 1 മണിക്കൂറത്തെ ഒരു യാത്രയ്ക്ക് ശേഷം ഈ സോമനാഥപുരയിലെത്തി. സോമനാഥപുര വളരെ ചെറിയൊരു കുഗ്രാമമാണ്. എൻ്റെ അടുത്തിരുന്ന ആളാണ് എന്നോട് ഇവിടെ ഇറങ്ങേണ്ട സ്ഥലമായി എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടത്. അല്ലെങ്കിൽ ഞാനിവിടെ ഇറങ്ങില്ല. കാരണം ഇത് കണ്ട് തിരിച്ചറിയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇറങ്ങിച്ചെന്നു. അപ്പോൾ അവിടെ ഒരു ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസുണ്ട്. അതുപോലെ നിരവധി ബോർഡുകളുണ്ട്. ഇത് വേൾഡ് യുനെസ്കോയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ നടന്നതിൻ്റെ സമീപത്തേക്ക് ഒന്ന് നല്ല നീറ്റായിട്ടാണ് എന്തായാലും കൊണ്ടുനടക്കുന്നത്. നമുക്ക് എല്ലാ ഫെസിലിറ്റിയും അത്യാവശ്യം ഇവിടെ ഉണ്ട്. പുറമെ ചെരുപ്പ് ഊരിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോവാം. അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ യാതൊരു തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഹൊയ്സാല രാജാവായിരുന്ന നരസിംഹൻ്റെ ഗവർണർ ജനറലായിട്ടുള്ള സോമനാഥ എന്ന് പറയുന്ന വ്യക്തിയാണിത് പണിതത്. സോമനാഥ ദണ്ഡനായിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ളൊരു പേര്. അപ്പോൾ ഇത് ചെന്നകേശവ എന്ന പേരിൽ തന്നെയാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതേ പേരിൽ തന്നെയാണ് ഹൊയ്സാല രാജ്യത്തിൻ്റെ മറ്റൊരു ക്ഷേത്രമായിട്ടുള്ള ബേലൂരും അറിയപ്പെടുന്നത്. അപ്പോൾ ആ ക്ഷേത്രവും നമ്മൾ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ചുറ്റും ഇതുപോലൊരു ഇടനാഴി ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം നക്ഷത്ര ആകൃതിയിലാണുള്ളത്. ഈ ഹൊയ്സാല ക്ഷേത്രങ്ങളുടെ എല്ലാം ബേസ്മെൻറ്റ് ഇങ്ങനെയാണ്. നമ്മൾ ഇത് അകലേന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലാസിൽ പട്ടം വരച്ച് വെച്ചാണ്. അത്രയ്ക്ക് ഒന്നിനൊന്നിന് മാച്ച് ചെയ്തിട്ടുള്ളൊരു നിർമ്മിതിയാണ്. അപ്പോൾ ഇവരുടെ ഈ നിർമ്മിതിയെ നമുക്ക് വളരെയധികം പ്രശംസിക്കേണ്ട രീതിയിലുള്ളൊരു നിർമ്മിതി തന്നെയാണിത്. അപ്പോൾ ഇവിടെ യാതൊരു തിരക്കുമില്ല എന്നുള്ളത് തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ്. ഇത്രയും മനോഹരമായൊരു കാഴ്ച കാണാനായിട്ട് എന്നെപ്പോലെ ഇതിനോട് ഭയങ്കര അമിതമായ ഭ്രാന്തുള്ള ചില ആളുകളൊക്കെ ഉള്ളൂ നിലവിൽ. ഗൈഡുകളൊക്കെ അവിടെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മൈസൂർ നമ്മൾ കാണാൻ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ മൈസൂരിൽ നിന്ന് നമുക്കിങ്ങോട്ട് ബസ്സുണ്ട്. ഏകദേശം ഒരു 40 കിലോമീറ്ററേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിൽ വരുന്നവർക്കൊക്കെ ആണെങ്കിലും കണ്ട് പോകാവുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത്.
പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം പല ക്ഷേത്രങ്ങളുടെ അകത്ത് അങ്ങനെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം എൻ്റെ അങ്ങേ സൈഡിലായിട്ട് കുറച്ച് ഫോറിനേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. ഞാനും ഫോട്ടോ എടുത്ത് പോവാണ്. അപ്പോൾ ഇത് കല്ലിൽ കൊത്തിയ താളിക കുടങ്ങൾ ഇതായിട്ട് ഇങ്ങനെ മനോഹരമായ പൂക്കളാണ്. ഇതെല്ലാം കല്ലിൽ കൊത്തി വെച്ചേക്കുന്നതാണ്. പക്ഷേ നമുക്ക് തോന്നുന്നത് കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. പക്ഷേ എല്ലാം കരിങ്കല്ല് തന്നെയാണ്. അപ്പോൾ അതുപോലെ മനോഹരമായ ഒരു 5-8-10 താളികക്കുടങ്ങളെന്നാണോ ഇതിന് പറയണതെന്ന് എനിക്കറിയില്ല. ആ രീതിയിലുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണെന്ന് തോന്നുമെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായ രീതിയിലുള്ള വ്യത്യസ്തമായ രീതികളുണ്ട്. അപ്പോൾ ഈ ഫോറിനേഴ്സിന് ഗൈഡ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നതുകൊണ്ട് മനസ്സിലായതാണ്. ശരിക്കും ഈ ക്ഷേത്രം കാണുമ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ആവശ്യമാണ്. തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കുന്നതിന് വേണ്ടി. ഈ ക്ഷേത്രത്തിന് നേരെ ഡൽഹി സുൽത്താനേറ്റ് ഭരണകൂടം പലപ്പോഴും ആക്രമണം അഴിച്ചുവിടുകയും പല കേടുപാടുകളൊക്കെ വരുത്തിയതായിട്ട് ഇതിൻ്റെ രേഖകളിൽ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അതെല്ലാം മെയിൻ്റെനൻസ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോമനാഥപുരയിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങിയാണ്. മറ്റൊരു ഹൊയ്സാല ക്ഷേത്രമായ ബേലൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ശ്രീരംഗപട്ടണത്തേക്ക് ബസ് കയറി ശ്രീരംഗപട്ടണം നിന്ന് ചെൻറൈപ്പട്ടണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് കയറിയിട്ട് ഇന്ന് നമ്മൾ ഈ ചെൻറൈപ്പട്ടണത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഗോമതീശ്വരൻ്റെ പ്രതിമയുള്ള ശ്രാവണ ബെൽഗോള എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പട്ടണമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ ശ്രാവണ ബെൽഗോളയിലെ വിശേഷങ്ങൾ കൂടി കണ്ട് മടങ്ങാം. നേരം വെളുത്ത ഏകദേശം ഒരു 5-5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുള്ളതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റു. ഞാനിതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിച്ചത്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഇതിൻ്റെ പൂജാരി കയറി പോകുന്നതേ ഉള്ളൂ. ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇങ്ങനെ പതുക്കെ കയറി അങ്ങ് വരികയാണ്. പൂജാരിയൊക്കെ നല്ല എക്സ്പ്രസ് വേഗത്തിലാണ് കിടന്നു പോയത്. ഞാൻ വളരെ പതുക്കെ തന്നെയാണ് കയറി പോകുന്നത്. അപ്പോൾ എൻ്റെ തൊട്ടുപുറയിലായിട്ട് വടക്കേ ഇന്ത്യക്കാർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ ആദ്യം കുറച്ച് നേരം മുമ്പിൽ പോവും. അത് ശേഷം മടുക്കുമ്പോൾ അവർ നിൽക്കും. പിന്നെ ഞാൻ മുമ്പിൽ പോകും. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ള മലകയറ്റമാണ്. ഇത് മല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മല തന്നെയാണ്. അപ്പോൾ എല്ലാവരും ശ്വാസം വലിക്കുന്ന ഒരു സൗണ്ടേ കേൾക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കയറി പോകാനൊക്കെ ആയിട്ട്. ഈ പോകുന്ന വഴിക്കെല്ലാം ഒരേ കവാടങ്ങളുണ്ട്. അപ്പോൾ ഈ കവാടം നമ്മൾ അകലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ കവാടത്തിൻ്റെ അകത്തായിരിക്കും ഈ സ്റ്റാച്ചു ഇരിക്കുന്നത്. പക്ഷേ ആ കവാടത്തിനോട് ചെല്ലുമ്പോഴാണ് അടുത്ത മലയിലേക്കുള്ള ഇങ്ങനെ കയറ്റം കിടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്കിപ്പോൾ ഒരു ആശ്വാസമാണെങ്കിലും ഇതും എല്ലാം ഇനി കവർ ചെയ്ത് ഇതുപോലുള്ള 5-6 സ്ഥലങ്ങൾ കവർ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ എത്തേണ്ടതായ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 1-2 മണിക്കൂർ നമുക്ക് ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ്. ഇത് നടക്കാനായിട്ട് നമ്മളതിന് തയ്യാറെടുത്ത് തന്നെ നമ്മൾ വരണം. ലോകത്തിലെ ഏറ്റവും വലിയ ബാഹുബലി പ്രതിമയുടെ മുമ്പിൽ എത്തി. അപ്പോൾ ഞാൻ ഈ കാൽപാദത്തിൻ്റെ അത്രയാണ് ഞാൻ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉയരം നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു മല വെട്ടിയെരിഞ്ഞ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയാണിത്. അപ്പോൾ എന്തായാലും ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മല കയറി ശ്രാവണ ബെൽഗോളയിലെ നമ്മുടെ ജൈനൻ്റെ പ്രതിമയുടെ തൊട്ടടുത്ത് എത്തി. അപ്പോൾ അവിടെ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ശ്രാവണ ബെൽഗോള. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കാണിച്ചു കൊടുക്കണം. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജൈനൻ്റെ ഉയരം കൂടിയൊരു പ്രതിമ കൂടിയാണ് ഈ ശ്രാവണ ബെൽഗോളയിലുള്ള ബാഹുബലി പ്രതിമ. മലയിറങ്ങി നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ മലയാണ്. പക്ഷേ ഇത്രയും വലുപ്പമല്ല. അപ്പോൾ അവിടെയും നിറയെ നിർമ്മിതികൾ തന്നെയാണ്. ഇതും നമ്മുടെ ഗോമതീശ്വരൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മിതികളാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഗോമതീശ്വരൻ്റെ പ്രതിമ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം, അപ്പുറം മലയിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടൊരു തടാകമുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 മലകളിലായിട്ടാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതികളാണ്.
ഈ രണ്ട് മലകളുടെയും മധ്യത്തിലായിട്ട് വലിയൊരു കുളമുണ്ട്. ഈ കുളത്തിലെ ജലമാണ് ഈ നാട്ടിൽ മുഴുവൻ ജലസ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വലിയൊരു ആലോട് കൂടിയ ഒരു ജംഗ്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് ഒരു പഞ്ചായത്ത് ഓഫീസാണ്. അപ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ഇവിടെ എടുത്തതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് ഇവരുടെ മഠം ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് റൂമൊക്കെ എവിടെയാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ എവിടെ താമസിക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു ആശ്രമം കണ്ടത്. അപ്പോൾ അവിടെ റൂം റെൻറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് ഇവിടെ ജെയിൻ പീപ്പിളിന് മാത്രമായിരിക്കും അക്കോമഡേഷൻ കൊടുക്കുകയുള്ളൂ എന്നുള്ളൂ. പക്ഷേ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് റൂം തന്നു. 400 രൂപയാണ് റെൻറ്റുള്ളൂ. നല്ല വലിയൊരു റൂമാണ് തന്നത്. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ചൂടൻ വെള്ളം സഹിതമുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നല്ല തണുപ്പാണ്. ഇവിടെ AC ആവശ്യമൊന്നുമില്ല. ശ്രാവണബൽഗോളയിലെ കാഴ്ചകൾ കണ്ട് ഏകദേശം 10:00 കൂടി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെൻറൈപ്പട്ടണ എന്ന് പറയുന്ന ടൗണിൽ ചെന്നിട്ട് വേണം ഹസൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറണം. ഹസനിൽ നിന്ന് നമ്മൾ ബേലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ കർണാടകയുടെ KSRTC ബസ്സിൽ കയറി. എന്തായാലും ബസ്സിൽ യാതൊരു തിരക്കുമില്ല. നല്ല നിരന്ന വഴി കൂടെയാണ് ബസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ നല്ല സുഖമാണ്. ഹസനിൽ നിന്ന് 35 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബേലൂരിൽ എത്തിച്ചേർന്നു. ഞാൻ ആദ്യമായിട്ടാണ് ബേലൂർ വരുന്നത്. ബേലൂർ ഒത്തിരി വലിയൊരു ടൗൺഷിപ്പ് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ടൗൺ എന്ന് പറയാം. നമുക്ക് ഹൊയ്സാല രാജ്യത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു ഈ ബേലൂരിൻ്റെ രാജവീതിയിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ മുമ്പിൽ കാണുന്നതാണ് ചെന്നകേശവ ക്ഷേത്രം. നമ്മൾ ആദ്യം കണ്ട ക്ഷേത്രത്തിൻ്റെ പേരും ചെന്നകേശവ ക്ഷേത്രം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രം 103 വർഷം എടുത്താണ് ഈ ക്ഷേത്രം പണിതത്. ഇത് ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധനാണ് ഇതിൻ്റെ പണിക്കെല്ലാം തുടക്കം കുറിച്ചത്. അദ്ദേഹം ഒരു യുദ്ധത്തിൻ്റെ ജയം, അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി പുരോഗമിച്ചത്. ഈ ഹൊയ്സാല ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലുതും ഏറ്റവും മനോഹരവുമായ ക്ഷേത്രം ഈ ബേലൂരിലുള്ള ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയും ബേസ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നക്ഷത്ര ആകൃതിയിൽ തന്നെയാണ് ഉള്ളത്. വളരെ മനോഹരമായൊരു ക്ഷേത്രമാണിത്. അപ്പോൾ ഇതിൻ്റെ കല്ലുകൾക്ക് അല്പം കറുപ്പ് കൂടുതലുണ്ട്. പിന്നെ ഇവിടെ ഈ കാലാവസ്ഥ ഇപ്പോൾ ഒരു മഴ പെയ്യാൻ പാകത്തിന് മൂടിക്കെട്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെളിച്ചക്കുറവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഒത്തിരി അങ്ങനെ നവീകരിച്ചിട്ടൊന്നുമില്ല. അന്ന് ആ പണിത് അതേ രീതി തന്നെ ഇപ്പോഴും ഫോളോ ചെയ്ത് കൊണ്ടുനടക്കുകയാണ്. പിന്നെ ഇത് കാണാനായിട്ട് ഇവിടെ കുറച്ച് കാഴ്ചക്കാരൊക്കെ ഉണ്ട്. കാരണം ഇതിനോട് തൊട്ട് ചേർന്നാണ് ചിക്കമംഗളൂരും അതുപോലെ ഹസനും ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ സ്ഥലം കൂടി സന്ദർശിച്ച് പോകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനും ഒരു ഇടനാഴിയുണ്ട്. ഞാൻ ഈ ഇടനാഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ അകത്ത് ചാടുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ മാപ്പ് ഇവിടെ വച്ചിട്ടുണ്ട്. നമ്മുടെ ഹൂബ്ലി മുതൽ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകവും അതുപോലെ തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങൾ തഞ്ചാവൂരൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി. അപ്പോൾ വളരെ മനോഹരമായൊരു സാമ്രാജ്യം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ ഹൊയ്സാല സാമ്രാജ്യം.
ബേലൂരിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഹൊയ്സാല ക്ഷേത്രമായ ഹെലിബഡുവിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ആദ്യം ബേലൂരായിരുന്നെങ്കിൽ പിന്നെ ഹെലിബഡുവിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ഇത് 11ാം നൂറ്റാണ്ടിൽ പണിത ഒരു ക്ഷേത്രമാണ്. 40 വർഷം കൊണ്ട് പണി ഇതിൻ്റെ പൂർത്തീകരിച്ചതായിട്ട് രേഖകളിൽ പറയുന്നു. വിഷ്ണുവർദ്ധനൻ തന്നെയാണ് ഇതിൻ്റെ പണിയും പൂർത്തീകരിച്ചത്. അപ്പോൾ ഈ ക്ഷേത്രം വളരെയധികം കുത്തുപണികളാലും മറ്റും അലങ്കൃതമായ ക്ഷേത്രം തന്നെയാണ്. ഇതിൻ്റെ ബേസ്മെൻറ്റ് നോക്കിയാൽ നമുക്കറിയാം നക്ഷത്രാകൃതിയിൽ തന്നെയുള്ള നല്ല കുത്തുപണികളൊക്കെയുള്ള ക്ഷേത്രമാണ്. ഈ തലസ്ഥാനം എന്തുകൊണ്ടാണ് ഇവർ മാറ്റിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം സൗകര്യം കൂടുതലുള്ള ടൗൺ ബേലൂർ തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഒറ്റക്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹമാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിരവധിയായ വിഗ്രഹങ്ങളുണ്ട്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് മൊബൈലിൽ വീഡിയോ പിടിക്കുന്നതിന് ചെറിയൊരു തടസ്സമുണ്ട്. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം, പക്ഷേ അവർ വീഡിയോ എടുക്കുന്നതിനോട് വലിയ താല്പര്യം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്തെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, പുറമേ എടുത്തു പോകുന്നേ ഉള്ളൂ. ഈ ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശില്പവിദ്യയുടെ ഏറ്റവും നല്ല ഒരു ദ്രാവിഡ കല, അതിൻ്റെ ശില്പവിദ്യയുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടം തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് മടങ്ങാവുന്നതാണ്. ഇത് നമുക്ക് വലിയ ചിലവില്ലാത്ത ഒരു യാത്ര തന്നെയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു സാമ്രാജ്യത്തിൻ്റെ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.